നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നു. കോട്ടയത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോട്ടയത്തിൻ്റെ ടൗണിൽ നിന്ന് നമ്മുടെ ആകാശപാത താഴത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിവിടെ നിന്ന് പുറപ്പെട്ട് തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട് റൂട്ടിൽ. ഇവിടെ നിന്ന് പുറപ്പെട്ട് നമ്മൾ CMS ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ബേക്കറി ജംഗ്ഷൻ വഴിക്ക് CMSൻ്റെ അവിടേക്കാണ് പോകുന്നത്. CMS കോളേജിൻ്റെ ഭാഗത്തേക്ക്. CMS കോളേജിൻ്റെ അവിടെ ഇതിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. കോളേജിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ചുകൂടി നീങ്ങുമ്പോൾ ആദ്യം പിന്നെ റൈറ്റ്, CMS കോളേജിൻ്റെ വഴി കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം റൈറ്റ് കാണുന്ന വഴിക്കാണ് നമുക്ക് കുടമാളൂർ ഭാഗത്തേക്ക് പോകേണ്ടത്. അത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗം എന്ന് പറയും. നമ്മളുടെ ബോർഡ്, സൈൻ ബോർഡൊക്കെ ഉണ്ട് കണ്ട. സൈൻ ബോർഡിൽ മെഡിക്കൽ കോളേജിൻ്റെ ഇടയ്ക്ക് റൈറ്റേക്ക് തിരിയാനായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് CSIക്കാരുടെ മധ്യ കേരള ഡയോസിൻ്റെ ആസ്ഥാന മന്ദിരമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ അവരുടെ സ്കൂള്. അവിടെ നിന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ ഭാഗം കാണിച്ചിരിക്കുന്നത്, അതായത് ഇത് കഴിഞ്ഞ വഴിക്ക് റൈറ്റ് സൈഡിലാണ് കാണുന്നത്. അത് കഴിഞ്ഞ വഴിക്ക് റൈറ്റ് സൈഡിലുള്ള വഴിക്കാണ് നമ്മൾ തിരിയുന്നത്. അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടമാളൂർ പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഒരു തിരിവുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അൽഫോൺസമ്മയുടെ ജന്മഗൃഹം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയൊരു വഴിയാണ്. ഇതിൻ്റെ അപ്പുറത്താണെങ്കിൽ കുറച്ചുകൂടി വലിയ വഴിയുണ്ട്. പനമ്പാലം വഴിക്ക് തിരിഞ്ഞ് നമുക്ക് പോകാവുന്നതാണ്. അത് വലിയ വഴിയുണ്ട്. ഇത് ചെറുതാണ്, ഒരു കാറിന് ജസ്റ്റ് പോകാവുന്നൊരു വഴി, അത്രേ ഉള്ളൂ. അപ്പുറത്തുനിന്ന് വണ്ടി വന്നെങ്കിൽ ബുദ്ധിമുട്ടാണ്, ചെറിയൊരു വഴി ആയതുകൊണ്ട്. എന്നാലും നമുക്കിതാണ് കുറച്ചുകൂടി എളുപ്പം മറ്റേനേക്കാളും. ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പാലൊക്കെ കടന്നു പോകാനുണ്ട്. വണ്ടി മേരിക്കണ കാരണം ഷെയർ ചെയ്യണം കേട്ടോ. പാലത്തിൻ്റെ അത് ചെറിയ ഭാഗം നമ്മുടെ കാർ കിടക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, അപ്പുറം ഇപ്പുറം നല്ല കാഴ്ചകളുണ്ട്. അവിടെ നിന്ന് നേരെ എല്ലായിടത്തും സൈൻ ബോർഡുകളുണ്ട്. ആ സൈൻ ബോർഡുകൾ ഇപ്പോൾ നോക്കിയിട്ട് നേരെ പോയാൽ മതി. പോകുന്നു, നമ്മൾ നേരെ അവരുടെ അവിടേക്ക് എത്തുന്നു. എല്ലായിടത്തും ബോർഡുകളുണ്ട്. ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തുന്നുള്ളൂ. ഇതിൽ പുറത്ത് കാണുന്നത് ജന്മഗൃഹത്തിൻ്റെ പുറത്ത് ഒരു ഫ്രെയിം വെച്ചിരിക്കുന്നതാണ്. അതായത് ആളുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ ഫ്രെയിമാണത് കാണുന്നത്. നമ്മൾ അകത്തോട്ട് കിടക്കാണ്, അത് അകത്തോട്ട് കിടക്കുന്നു. ഇത് എനിക്ക് തോന്നുന്നത് ഇതാണ് ജന്മഗൃഹത്തിൻ്റെ സൈഡാണെന്നുണ്ട്. മെയിൻ ഭാഗം, ഫ്രണ്ട് ഭാഗം, ഈ കാണുന്ന ഭാഗം ഇങ്ങോട്ട് തിരിയുമ്പോൾ കണ്ട ഇവിടെ 3 വാതിൽ കണ്ട. നമുക്കതിൻ്റെ ഒരു ചിത്രം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, പഴയകാല ചിത്രം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഈ 3 വാതിൽ കാണാം നമുക്ക്. അതിൻ്റെ അൽഫോൺസമ്മയുടെ ഫാദറൊക്കെ ഇരിക്കുന്ന ചിത്രമാണ് കാണുന്നത്. അതിലുണ്ട് 3 വാതിൽ കണ്ട. അന്ന് ഓല മേഞ്ഞ വീടാണ്. ഇതിപ്പോൾ ഇപ്പോൾ ഓടൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് ബിൽഡിങ് പൊളിച്ചിട്ടില്ല, എന്നാലും അതിൻ്റെ ചുറ്റും മിനുക്ക് പണികൾ, പോളിഷിങ്ങൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് അൽഫോൺസമ്മയുടെ ജീവിതത്തിൽ സുപ്രധാന സംഭവങ്ങളാണ്. അത് പുറത്ത് ഞാൻ പറഞ്ഞ ഡ്രസ്സ് അടിച്ചിട്ടുള്ള പുറത്തെ ഭാഗത്ത് ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പ്രധാന സംഭവങ്ങളും പിന്നെ അതുപോലെ പ്രധാന ദിവസങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ അതൊക്കെ വെച്ചിരിക്കുന്നത്. ഇതാണ് കറക്റ്റ് ഫ്രണ്ട് ഭാഗം എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം അവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. നമ്മൾ സൈഡിലേക്ക് നടന്നു വരണം. ആ നടുവിൽ കാണുന്നതാണ് ശരിക്കും ജന്മഗൃഹം. ബാക്കി ചുറ്റും കാണുന്നതൊക്കെ പുതിയ നിർമ്മിതികളാണ്. നമുക്കിനി അതിൻ്റെ അകത്തോട്ട് കിടക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ വഴിക്ക് വരുന്നതാണ്. എനിക്ക് തോന്നുന്നു റോഡ് ഈ സൈഡിലായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഇവിടെ മെയിൻ എൻട്രൻസ് വെച്ചിരിക്കുന്നത്. നമ്മളകത്തോട്ട് കിടക്കുന്ന ചെറിയ വാതിലാണ്. വാതിലിൻ്റെ ഒരു 5 അടിയുടെ വലുപ്പം, 5 അടി വലുപ്പം. അതിൻ്റെ താഴെ കണ്ട അത് കട്ടിലൊക്കെ കുറച്ച് പൊക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുനിഞ്ഞ് സ്റ്റെപ്പ് എടുത്ത് വെച്ച് പതുക്കെ അകത്തോട്ട് കയറണം. എൻ്റെ അകത്തോട്ട് കയറുമ്പോൾ അവിടെ ഒരു അൽഫോൺസമ്മയുടെ രൂപം വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് കുരിശും വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ കാണുന്നത് അതാണ്. എനിക്ക് തോന്നുന്നത് ഇത് അടുക്കള ഭാഗമാണെന്നുണ്ട്. കാരണം ഈ കാണുന്ന ജനൽ ശരിക്കും പുകയൊക്കെ പോകാനായിട്ട് അടുപ്പിൻ്റെ ഭാഗത്തിന് ശരിക്കും ഇങ്ങനെ ഇത്രയും വർക്കുകളൊന്നും ഉണ്ടാവില്ല. വെറുതെ ഒരു ഓപ്പണായിട്ട് വെറുതെ പാരലായിട്ടാണ് അതിൻ്റെ വടികൾ വെക്കാറുള്ളത് പണ്ട് കാലത്തെ വീടുകൾക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇത് അൽഫോൺസമ്മയുടെ പിതാവിൻ്റെ സഹോദരനാണ്. അവരുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഇവിടെ വെളിച്ചം കുറവാട്ടോ, ഞാൻ വെളിച്ചം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു കേട്ടോ. ഈ റൂം ഇത് നിലവറ, മച്ചിൻ്റെ അകന്നൊക്കെ പറയുന്ന റൂമാണിത്. ഇത് വീട്ടിലത്തെ പല സാധനം എടുത്തു വയ്ക്കാനും അതുപോലെ വിലപിടിപ്പുള്ളതാണെങ്കിലും നമുക്ക് ദീർഘനാൾ എടുത്തു വയ്ക്കേണ്ട സാധനങ്ങളാണെങ്കിലും ഇങ്ങനത്തെ റൂമുകളിലാണ് പഴയ കാലത്ത് വെച്ചിരുന്നത്. ഇതാണ് വീടിൻ്റെ ഏറ്റവും നടുവിലുള്ള റൂം. ഇതിൻ്റെ ചുറ്റുമാണ് ഓട് മേഞ്ഞ് ചായ്ച്ച് താഴത്തേക്ക് ഇറക്കാറുള്ളത്. ഇങ്ങനെയാണ് പഴയ, അല്ലെങ്കിൽ പുല്ല് ഓല മേഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇറക്കാറുള്ളത്. ഇതാണ് റൂം. ഇത് അൽഫോൺസമ്മയുടെ ഫോട്ടോ കൂടി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ജനിച്ച മുറി ഇതാണോ എന്ന് സംശയമുണ്ട്. പണ്ട് ഞാനങ്ങനെ വായിച്ചൊരു ഓർമ്മ തോന്നുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല, ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കാം. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, പല പ്രാവശ്യം വന്നിട്ട് ഇവിടേക്ക്. ഇനി തൊട്ടടുത്ത റൂം ഇവിടെയാണ് അൽഫോൺസമ്മ പ്രസവിച്ച് കിടത്തിണ്ടായിരുന്ന കട്ടിൽ.
ആ കട്ടിലിനോട് കാണുന്നത്. ആ മുകളിൽ ബെഡ് പുതിയതായിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മുമ്പ് നമ്മൾ വരുമ്പോൾ ജസ്റ്റ് ആ കട്ടിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. എല്ലായിടത്തും റൂമുകളാണെങ്കിലും എല്ലാം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കൂടുതലും മരത്തിൻ്റെ പണികളുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മരപ്പണിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഇവിടെ സീസൺ ടൈമിലൊക്കെ വിശ്വാസികൾ മുട്ടുത്തി പ്രാർത്ഥിച്ച് കുറേ സമയം എടുത്ത് പ്രാർത്ഥിച്ച് പോകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. 1910 ഓഗസ്റ്റ് 19 അൽഫോൺസമ്മ ജനിച്ചത്. അന്നക്കുട്ടി എന്നായിരുന്നു അപ്പോഴത്തെ പേര്. മുട്ടത്തുപാടത്ത് ജോസഫ് മേരിയുടെയും 4ാമത്തെ മകളായിട്ടാണ് ജനിച്ചത്. കുടമാളൂർ പള്ളിയിലായിരുന്നു മാമോദിസ. നമുക്ക് കുടമാളൂർ പള്ളിയിലത്തെ മാമോദിസയൊക്കെ നമുക്ക് പിന്നീട് കാണാം കേട്ടോ, ഈ വീഡിയോയിൽ കാണാം. പിന്നെ അന്നക്കുട്ടി ജനിച്ച അധികം കഴിഞ്ഞിട്ട് മുമ്പ് തന്നെ അമ്മ മരിച്ചു. അപ്പോൾ അമ്മയുടെ സഹോദരി അന്നമ്മയായിരുന്നു. മുട്ടച്ചിറ വീട്ടിലാണ് പിന്നെ അൽഫോൺസമ്മനെ വളർത്തിയത്. അപ്പം അങ്ങനെ വളർത്തമ്മയായതായിരുന്നു അന്നമ്മ. പക്ഷേ അന്നമ്മ ഗർഭിണിയായ സമയത്ത് വീണ്ടും അൽഫോൺസമ്മനെ ഇവിടെ കുടമാളൂരത്തെ ഈ വീട്ടിൽ തന്നെ കൊണ്ട് നിർത്തി. ഈ വീട്ടിൽ തന്നെയാണ് ആളുടെ കുറേ ബാല്യവും കൂടി കടന്നു പോയിട്ടുള്ളത്. 3ാം ക്ലാസ് വരെ അവർ കുടമാളൂർ തന്നെയായിരുന്നു അൽഫോൺസമ്മ. അതിനുശേഷം 4ാം ക്ലാസ് കൂടി വീണ്ടും മുട്ടച്ചിറയ്ക്ക് പോയി. അപ്പോൾ അതുവരെ വളർത്തിയിരുന്നത് അമ്മൂമ്മയായിരുന്നു, വല്യമ്മ. നമ്മുടെ വീട്ടിലെ അമ്മൂമ്മ എന്ന് പറയാൻ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ ഇതിപ്പോൾ അടുത്തൊരു റൂമാണ്, മച്ചൻ്റെ തൊട്ട് ബാക്കിലുള്ള റൂം. അതായത് ഈ കട്ടിലൊക്കെ എടുത്ത് വെച്ചിരുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയ റൂമുണ്ട് അവിടെ. അപ്പം അതുപോലെ അൽഫോൺസമ്മയുടെ മുട്ടത്തുപാടം കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കൊട്ടാരം വൈദ്യന്മാരായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോഴും കുടുംബത്തിലെ കുറേ പേര് ഈ വൈദ്യവൃത്തി ഇപ്പോഴും തുടരുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇതാ വീടിൻ്റെ വാതിലിൻ്റെ അടയ്ക്കുന്ന സിസ്റ്റം ഞാൻ ഒന്ന് കാണിച്ചു മാത്രം. പഴയ വീടുകൾക്കുള്ളൊരു ഇതാണ്. പഴയ വിജയഗിരി എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഡോറിൻ്റെ ലോക്കും അതുപോലെ തന്നെ വലിയ സൗണ്ടൊക്കെ ഇല്ലാണ് ഇത് അടയുക. ഇങ്ങനത്തെ മരത്തിൻ്റെ വിജയഗിരി ഉണ്ട്. ഇത് ഡോറിൻ്റെ ലോക്കിൻ്റെ ഭാഗം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുറ്റി എടുത്തിട്ട് ഇങ്ങോട്ട് കടത്തിയിടുമ്പോൾ ഡോറ് ലോക്കായി. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് പഴയ കാലത്തെ വീടുകൾക്ക് ഉണ്ടായിരുന്നത്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം ഉണ്ടായിരുന്നു, ആയിട്ട് ബന്ധപ്പെടുന്നതല്ല, പഴയ വീടായതുകൊണ്ട് കാണിക്കുന്നത്. അന്നുണ്ടായിരുന്നു തോന്നുന്നില്ല ആ മറ്റേ പടം കണ്ടിട്ട്. പിന്നെ പുതിയതായിട്ട് ചെയ്തതായിരിക്കാം അഡീഷണലായിട്ട്. എന്തായാലും ആ പുറത്ത് ഓടൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പോൾ മുമ്പത്തെ ഓരോന്നല്ല. നമ്മൾ ഇതൊക്കെ അകത്തുനിന്ന് കണ്ട ഭാഗത്തിൻ്റെ പുറത്തേക്കുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ അഡീഷണൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അന്നൊന്നും ഇത്ര ഹൈറ്റും ഇല്ല. പിന്നെ മാത്രമല്ല അതൊക്കെ ഓല മേഞ്ഞിട്ടുള്ള വീടുകളായിരുന്നു. നമുക്ക് മൊത്തം ഈ കാണുന്ന വലുപ്പമാണ് ജന്മഗൃഹത്തിനായിട്ട് വരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് അൽഫോൺസമ്മ ജനിച്ചത്, ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയായത്. അൽഫോൺസമ്മയുടെ ജനനത്തിൻ്റെ ഈ ഇതിൻ്റെ നമ്മൾ കണ്ട പുറത്ത് കാണുന്ന ആ ഇതിൽ എല്ലാ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അൽഫോൺസമ്മയുടെ മാമോദിസ കഴിഞ്ഞത് അതൊക്കെ ഇവിടെ അടുത്ത് തന്നെ കുടമാളൂർ പള്ളിയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് പോകാം, അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകാം. അതുപോലെ ജ്ഞാനസ്നാനം നൽകിയത് എല്ലാ ഡീറ്റെയിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് വെച്ചിട്ടുള്ളതാണ് ചിത്രങ്ങൾ. ക്ലിയർ അല്ല, കാരണം ഇപ്പോൾ രാത്രി കുറച്ച് വെളിച്ചം കുറഞ്ഞ സമയമായി ഒടുങ്ങി, 6:30. ഇപ്പോൾ വെളിച്ചം വളരെ കുറവാണ്. അകത്താണെങ്കിൽ ലൈറ്റ് ഇത്തിരി കുറവുണ്ട്. അവർ പകൽ സമയത്ത് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് സന്ദർശകരെ. നമ്മൾ നേരത്തെ കാണിച്ചത് കേട്ടോ, അത് പുറത്ത് വെച്ചുള്ള അതിൻ്റെ പുറത്തതിൽ വെച്ചുള്ള പിക്ചറാണ്. അൽഫോൺസമ്മയുടെ വീടിൻ്റെ പഴയ ദൃശ്യമാണ് ഈ കാണുന്നത്. ഇവിടെ വീട്ടുകാർ മുമ്പിലിരിക്കുന്നുണ്ട്. ആ മുമ്പിൽ കണ്ട 3 ഡോറായിട്ട് ഒരു തെങ്ങൊക്കെ ഉണ്ട് മുമ്പിൽ. അപ്പുറത്തുള്ള വീട് കണ്ട എല്ലാം അടുപ്പിച്ചുള്ള വീടുകൾ. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊന്നും വീടില്ല. ഇത് അൽഫോൺസമ്മയുടെ ഫാദറാണ്. ഇത് സഹോദരിമാർ 2 പേര്. ബാക്കി അൽഫോൺസമ്മയുടെ ജീവിതത്തിലത്തെ പ്രധാന സംഭവങ്ങളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഞാനും പുറത്തേക്ക് ഇറങ്ങിയത് പുറമേ നിന്നുള്ളൊരു വീക്ഷണമാണ്.
ഇതിന് തൊട്ട് ഇപ്പുറത്തെ ചാപ്പലുണ്ട്, അൽഫോൻസാമ്മയുടെ ചാപ്പലുണ്ട്. ചാപ്പലിനുള്ളിൽ അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാന അൾത്താര. അൾത്താരയുടെ സൈഡിലായിട്ട് നമുക്ക് തിരുശേഷിപ്പ് അൾത്താരയിലുണ്ട്. അൽഫോൻസാമ്മയുടെ രൂപം വെച്ചിരിക്കുന്നു. ഈ സൈഡിലാണ് തിരുശേഷിപ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ. അൽഫോൻസാമ്മയുടെ രൂപത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് തിരുശേഷിപ്പ് കാണാം. ഇതാണ് തിരുശേഷിപ്പ്. നമ്മളവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നമുക്കൊന്ന് ഒരു ഗാർഡനൊക്കെ അവിടെ സിസ്റ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗാർഡൻ അവിടെ ഉണ്ട്. പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് ഇത് അൽഫോൻസാമ്മയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്, പൂർണ്ണകായ പ്രതിമ. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാം. നമുക്ക് കോട്ടയത്ത് നിന്ന് വരുന്നവർക്ക് ഒരു കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും കവർ ചെയ്യാൻ ഒരുമിച്ച്. അതായത് ആദ്യം അൽഫോൻസാമ്മയുടെ ഈ ജന്മഗൃഹം, ഇത് കണ്ട് തൊട്ടപ്പുറത്ത് കുടമാളൂർ പള്ളിയുണ്ട്. ഫേമസ് ആണ് അൽഫോൻസാമ്മ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സുപ്രധാന പള്ളികളിൽ ഒന്നായിരുന്നു കുടമാളൂർ പള്ളി. അത് കഴിഞ്ഞാൽ പിന്നെ മുട്ടുചിറ വളർന്ന ഗ്രഹം, അത് നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്, എന്നാലും നമുക്ക് ഒരു ദിവസമായാലും നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നുള്ളൂ. അതല്ലെങ്കിൽ കുടമാളൂരിൽ നിന്ന് നമുക്ക് നേരെ ഭരണങ്ങാനം പോകാം. ഈ രണ്ടും സന്ദർശിക്കാവുന്ന ഇതാണ്. കോട്ടയത്ത് നിന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ കോട്ടയം ഭാഗത്ത് നിന്ന് തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർക്കൊക്കെ സൗകര്യമാണത്. ഇവിടുന്ന് നേരെ ഇതാണ് ഞാൻ പറഞ്ഞത്, പുറത്തേക്കുള്ള വരത്തോട്ട് തിരിയണമെങ്കിൽ നമുക്ക് ആ വീതിയുള്ള വഴിക്ക് എത്താൻ പറ്റും. ആ വഴി കൂടെ നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജന്മഗൃഹത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് നേരെ ചെന്ന് കയറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പനമ്പാലം എന്നുള്ള സ്ഥലത്തേക്കാണ്. ആ റോഡ് ഫുള്ള് ഇവിടം വരെ വീതിയുള്ള റോഡാണ്. അത്യാവശ്യം വലിയ വണ്ടികൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റും. നമ്മളിപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു കുടമാളൂർ പള്ളിയിലേക്ക് എത്തി കേട്ടോ. കുടമാളൂർ പള്ളിയുടെ ഈ കാണുന്നതാണ് പഴയ പള്ളി. ഏറ്റവും പഴയ പള്ളിയല്ല, അതിന് ശേഷം വന്നതാണ്. ചെമ്പകശ്ശേരി രാജാവാണ് കുടമാളൂർ പള്ളി, ഹിന്ദു രാജാവാണ് ജനങ്ങൾക്ക് വേണ്ടി പണിത് കൊടുത്തത്. അതിൻ്റെ കഥകൾ വേറെ ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. ഇതിപ്പോൾ പോർച്ചുഗീസ് ശൈലിയിലാണ് നമുക്ക് ഈ പള്ളി പണിതിരിക്കുന്നത്. ഇത് ചെമ്പകശ്ശേരി രാജാവ് പണിതിരിക്കുന്ന പള്ളി ഇങ്ങനത്തെ അല്ല, ചെറിയൊരു പള്ളിയായിരിക്കും. അത് ഇതിൻ്റെ ഇടത്ത് വശത്തായിട്ടുള്ളൊരു പോർഷനാണ് കാണുന്നത്. ഇത് പിന്നീട് പോർച്ചുഗീസുകാർ പണിത് ഇങ്ങനെ ആക്കിയിട്ടുള്ള പള്ളിയാണ്. ഇതിലേക്ക് വർക്കുകളെല്ലാം പോർച്ചുഗീസ് കാലത്തുള്ള വർക്കുകളാണ് ഇതിൻ്റെ. ഈ കാണുന്നത് അൽഫോൻസാമ്മയുടെ ഇപ്പോഴത്തെ പ്രാധാന്യമുള്ള സംഭവം എന്ന് പറയുന്നത് അൽഫോൻസാമ്മയുടെ മാമുദിസ മുക്കിയ തൊട്ടിയാണ്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള സംഭവം. ഇതാണ് അൽഫോൻസാമ്മ മാമുദിസ മുങ്ങിയത്. അതായത് ഒരുപാട് പേര് മാമുദിസ മുങ്ങിയിട്ടുള്ളതാണ്. അത് അൽഫോൻസാമ്മയുടെ ഇതായപ്പോൾ അത് പ്രത്യേകം മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അവിടെ നിന്ന് നേരെ ആ ഇതിൽ തന്നെ നേരെ അങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ തിരുശേഷിപ്പുകളുടെ ഒരു ചാപ്പൽ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ദൈവസഹായം പിള്ള, ചാവറച്ചൻ, അൽഫോൻസാമ്മ, ഒരു കേരളത്തിലത്തെ എല്ലാ വിശുദ്ധരുടെയും ഒരുവിധം എല്ലാ വിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾ അവിടെയുണ്ട്. 7 പേരുടെയും കൂടെ അവിടെ വെച്ചിരിക്കുന്നു തോന്നുന്നു. ഇനി ഇത് അവിടുത്തെ പ്രധാന മദ്ബഹ. ഇതും പഴയ കാലത്തെ നമ്മളുടെ ശില്പകലയ്ക്ക് ഉദാഹരണമായി കാണുന്നത്. ആ നടുവിൽ കാണുന്ന മാതാവിൻ്റെ രൂപം അതിനൊരു പ്രത്യേകതയുണ്ട്. അത് തഞ്ചാവൂർ മേഖലയിൽ നിന്നുള്ള ആളുകളാണ് ആ ചിത്രം വരച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അത് പച്ചില ചായങ്ങളൊക്കെ ചേർത്തിട്ടാണ് ആ ചിത്രം വരച്ചിരിക്കുന്നത്. 1500 ആ ടൈമിലാണ് ആ പടം വരച്ചിരിക്കുന്നത്. ചുറ്റും കൊത്തുപണികളുണ്ട്. കുറവിലങ്ങാട് പള്ളി, അതുപോലെ കടുത്തുരുത്തി പള്ളി, നമ്മുടെ നാട്ടിൽ ഉല്ലൂർ പള്ളിയിലൊക്കെ അങ്ങനെ തന്നെയാണ് ഈ ഇത്തരം പണികൾ കാണാം നമുക്ക്. ഇത് ഈ ചാപ്പലിൻ്റെ ഇടതുവശത്തുള്ള ഭാഗത്തുള്ള പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ്. അത് കർത്താവ് മരിച്ചെടുക്കുന്ന രൂപമാണ്. ഇത് ഇവിടുത്തെ എല്ലാ നേർച്ചകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ. നീന്ത് നേർച്ച, മുൾമുടി നേർച്ച എന്നിട്ട് ഫേമസ് ആയിട്ടുള്ള നേർച്ചകൾ ഇവിടെ ഉണ്ട്. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് മുൾമുടി നേർച്ചയ്ക്കുള്ള ഇതാണ് കേട്ടോ, പാത്രം ഇതൊക്കെയാണ്, കുരിശ് രൂപം ഇതൊക്കെയാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നേർച്ച കഴിഞ്ഞിട്ട് ഇവിടെയാണ് അവസാനിക്കുന്നതൊക്കെ. അപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണത്. ഇതതിൻ്റെ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടാണ് നീന്ത് നേർച്ചയുടെ എന്തൊക്കെ ചെയ്യേണ്ടത്. അത് ദുഃഖ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വേറെ രീതിയിലാണ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മുൾമുടി നേർച്ച, നീന്ത് നേർച്ച, ദുഃഖ വെള്ളിയാഴ്ച അവിടെ വളരെ ഫേമസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇത്
നമ്മുടെ പള്ളിയുടെ പുറത്തുനിന്ന് ഈ വശത്ത് ഏതാണ്ട് ഈ ഭാഗത്താണ് പഴയ പള്ളി ഉണ്ടായിരുന്നിട്ട് ഈ കാണുന്ന ഇപ്പോൾ ഗ്യാപ്പുള്ള ഈ ഭാഗത്താണ് പഴയ പള്ളി ഉണ്ടായിരുന്നാണ് കരുതപ്പെടുന്നത്. അത് പൊളിച്ചിട്ടാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. ഈ പള്ളി ഈ പറഞ്ഞ പോലെ പോർച്ചുഗീസുകാരുടെ വന്നതിന് ശേഷം 1500 സംതിങ്ങിലാണ് ഈ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. ഇത് അകത്തോട്ട് വെക്കുന്ന വാതിലുകൾ. പള്ളിയുടെ ചരിത്രം അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പഴയ ലിപിയിലുള്ള എഴുത്താണ്. ഈ വട്ടെഴുത്ത് കോലെഴുത്ത് അങ്ങനത്തെ ആയിരിക്കും. നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു എഴുത്തല്ലത്. പള്ളിയുടെ ചിലപ്പോൾ അനുവദിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതോ അങ്ങനത്തെ വല്ല എഴുത്തുകളായിരിക്കാം. നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു ലെറ്ററല്ല. പണ്ട് കാലത്തെ ആദിമ എഴുത്ത് രൂപങ്ങളാണ് അതൊക്കെ. പള്ളിയുടെ പല സൈഡിൽ നിന്ന് നല്ല നല്ല വ്യൂകൾ കിട്ടിയിരുന്നു. അതൊക്കെ നമ്മൾ എടുത്ത് നോക്കിയതാണ്. ഇത് പുതിയ പള്ളിയാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ പുതിയ പള്ളി ഇപ്പോൾ ചെയ്തിരിക്കുന്നതാണ്. അത് കുറച്ച് ഉയരത്തിൽ പുതിയ പള്ളി അവിടെ പണി കഴിഞ്ഞിരിക്കുന്നു. പഴയ പള്ളിയുടെ അകലെ നിന്നുള്ളൊരു വീക്ഷണം. ചെമ്പകശ്ശേരി രാജകുടുംബത്തിൽ ഒരുപാട് അനിഷ്ടങ്ങളും ദുർമരണങ്ങളും ഉണ്ടായപ്പോൾ അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ഒരു ക്രിസ്ത്യാനികൾക്കൊരു ദേവാലയം പണിത് കൊടുക്കണമെന്നുള്ളൊരു വിധി വന്നു. അങ്ങനെയാണ് അവർ ഇവിടെ ഒരു ദേവാലയം പണിത് കൊടുത്തത് ചെമ്പകശ്ശേരി രാജാവ്. പിന്നീടത് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. പോർച്ചുഗീസുകാർ പുനർനിർമ്മിച്ചു. പിന്നെ ഇപ്പോൾ വീണ്ടും അത് പുതിയ രൂപത്തിലായിട്ട് വന്നിരിക്കുന്നു. നമ്മളിത് ഇവിടുന്ന് മുട്ടുചിറയ്ക്കാൻ പോകണത് തന്നെ ഈ വരുന്നത് കുടമാളൂർ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ജന്മഗ്രഹത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ കാണുന്നത്, അതായത് ഇടത്തോട്ട് തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മുട്ടുചിറയ്ക്കൽ വഴിയാണ് കേട്ടോ. നേരെ പോയിട്ടുണ്ടെങ്കിൽ മുട്ടുചിറയ്ക്ക് എത്തും. ഇവിടെ 2-3 വഴിയുണ്ട് ഇവിടേക്ക് പോകാനായിട്ട്. ഒന്ന് ഏറ്റുമാനൂർ വഴിക്ക് പോകാം. പിന്നെ രണ്ടാമത്തെ നമ്മൾ ഈ കാണുന്ന വഴിയാണ്, നീണ്ടൂർ വഴിക്ക് പോകുന്നൊരു വഴിയാണ്. ഈ വഴിക്ക് തന്നെ കുറേ നല്ല നല്ല കാഴ്ചകളുണ്ട്. അതാണ് ഞാൻ ഈ വഴി എടുക്കാൻ കാരണം. നല്ല റോഡും വലിയ തിരക്കുള്ള റോഡല്ല, ശാന്തമായുള്ള റോഡാണ്. പിന്നെ സൈഡിലൊക്കെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. മത്സ്യക്കുളങ്ങളും സർക്കാർ വക മത്സ്യക്കുളമൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ ഒന്ന് കണ്ടതാണ്. ഈ കാണുന്നതാണ് സർക്കാർ വക മത്സ്യക്കുളം. ഇങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ബോർഡുണ്ടോ എന്ന് നോക്കാം. പിന്നെ നല്ല സൈഡിലും നല്ല കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഇത് മുട്ടുചിറയ്ക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഫോൻസമ്മയുടെ വളർന്ന ഗ്രഹം, അതായത് സിസ്റ്റർ ആയതിൻ്റെ ആ മോൾഡ്, അതായത് എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ടാണ് അൽഫോൻസമ്മയ്ക്ക് ലഭിക്കുന്നതും അതിനുള്ള സാഹചര്യം കിട്ടുന്നതും അവിടെ വെച്ചിട്ടാണ്. അവിടെ നമ്മൾ പോകുന്നത് കേട്ടോ. ഇനി അതേ കാണുന്ന മത്സ്യക്കുളത്തിൻ്റെ അവിടേക്കുള്ള വഴി, പക്ഷേ പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട, കിടക്കണ്ട, അവിടെ വെച്ച് നിർത്താം കേട്ടോ. ഇനി അങ്ങനെ നമ്മൾ മുട്ടുചിറെത്തി കേട്ടോ. ഇത് ഒരു മ്യൂസിയം പോലെ ഇത് അവർ പരിപാലിക്കുന്നുണ്ട്. അതായത് കുറേ സാധനങ്ങളൊക്കെ മുമ്പത്തെ വസ്തുക്കളൊക്കെ വെച്ചിട്ട് നമ്മൾ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ അൽഫോൻസമ്മ ജനിച്ച് അധികം കഴിയാനായിട്ടുമ്പോൾ അമ്മ മരിച്ച കാരണം ഇവിടെ വന്ന് താമസിച്ചിരുന്നു. പിന്നെ അതിന് ശേഷം വീണ്ടും ഇവിടുത്തെ വളർത്തമ്മ ഗർഭിണിയായ സമയത്ത് വീണ്ടും കുടമാളൂർക്ക് പോയി. പിന്നെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് അത് 4ാം ക്ലാസ്സിലെ പിതാവ് മുട്ടുചിറ ചേർക്കുക ചെയ്തത്. അപ്പോൾ 10 വയസ്സ് ആ സമയത്ത് അൽഫോൻസമ്മ ഇവിടെ വന്നിരുന്നു. ഇത് ഈ കാണുന്നത് അവിടുത്തെ ഒരു പ്രാർത്ഥനാലയമാണ്. വീടിൻ്റെ ബാക്ക് സൈഡിൽ അവർ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ 10 വയസ്സുള്ളപ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ട് പിന്നെയുള്ള കുറച്ച് നാൾ അൽഫോൻസമ്മയുടെ ജീവിതം ഇവിടെയായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് ടേണിംഗ് പോയിൻറ്റ്സ് ഉണ്ടാവുന്നതും അതിനുശേഷം മഠത്തിൽ ചേരുന്നതും. ഇവിടുന്ന് വളരെ സന്തോഷത്തിലാണ് മഠത്തിൽ പോകുന്നതൊക്കെ. അതിന് മുമ്പ് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും അത് സ്വാഭാവികമായിട്ടുള്ള സംഭവം ഉണ്ടായെങ്കിലും അൽഫോൻസമ്മേൻ്റെ മഠത്തിൽ പോകുമ്പോഴേക്കും വളരെ സൗകര്യത്തിലാണ് ഇവിടുന്ന് വിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇവിടെ ആരുമില്ല. കാരണം 6 മണി വരെ സമയം. ഞങ്ങളെത്തിയപ്പോൾ 6 മണി 6:05 മിനിറ്റ് 10 മിനിറ്റ് അവിടെ ഉണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ ഒരു മെയിനായിട്ടുള്ളൊരു സ്ഥലം കാണാം. എന്തായാലും അടച്ചിട്ടിരിക്കുക, ചാരക്കുഴി. അതായത് അൽഫോൻസമ്മ വിവാഹാലോചനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കാൽപാദം പൊള്ളിച്ചിട്ടുള്ള ചാരക്കുഴിയാണിത്. ഇത് വളരെ വലിയൊരു എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അൽഫോൻസമ്മ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് അൽഫോൻസമ്മനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അവർ വീട്ടുകാരെ
കല്യാണം ആലോചിച്ച് തുടങ്ങിയ ഒരു അൽഫോൻസമ്മനെ വളർത്തമ്മയ്ക്കും വളർത്തച്ഛനും വളരെ സ്നേഹമായിരുന്നു അൽഫോൻസമ്മയോട്. അപ്പോൾ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അന്ന് കാലത്തൊന്നും വീട്ടുകാർ പറഞ്ഞുറപ്പിക്കാന്നല്ലാതെ ഇവരും അറിയില്ല, ചെറുക്കനും പെണ്ണൊന്നും അറിയില്ല. ലാസ്റ്റ് കല്യാണം ഉറപ്പിച്ചിട്ടാണ് അൽഫോൻസമ്മ അറിയണത്. അപ്പോൾ ആ കല്യാണത്തിൻ്റെ എങ്ങനെ ഒഴിയാനായിട്ട് വേറെ മാർഗ്ഗമൊന്നും കണ്ടില്ല. അപ്പോൾ അൽഫോൻസമ്മയ്ക്ക് തോന്നിയൊരു ബുദ്ധിയാണ് ചാരക്കുടിയിൽ കാലിട്ട് കാല് പൊള്ളിക്കാനുള്ളത്. പക്ഷേ കാല് പൊള്ളിച്ച് വന്നപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കാല് പൊള്ളിക്കാൻ ഉദ്ദേശമായിരുന്നു, പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വീണു. അപ്പോൾ മുട്ടോളം ഇത്തിരി ആഴമുണ്ടായിരുന്നു, മുട്ടോളം കാല് പൊള്ളി. മാത്രമല്ല ആൾ ഓടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി കയറി അപ്പോഴേക്കും ഡ്രസ്സിലും മറ്റേ മുടിയിലൊക്കെ തീ കത്തി ആളുകൾ ഓടിക്കൂടി. അങ്ങനെ കുറേ ഭാഗ്യത്തിനാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. അൽഫോൻസമ്മ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, ഭാഗ്യത്തിനാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. അതിൻ്റെ ഇടയിൽ വീടിൻ്റെ ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. വീടിൻ്റെ ചുറ്റുള്ള വരാന്തയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള വീടാണ് മുരിക്കൻ തറവാട്. നമ്മുടെ അൽഫോൻസമ്മയുടെ ജന്മഗൃഹത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു വീടാണ്. അത് മാത്രമല്ല ഒരു ആ സമ്പന്നത വീട്ടിൽ കാണുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ വരാന്ത കൂടെ നടന്ന് കാണണം വീടിൻ്റെ സൈഡ്. അവിടെ അകത്താളില്ലാത്തതുകൊണ്ട്, സിസ്റ്റർ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട് പുറത്ത് നടന്ന് കാണാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ ഇനി മടങ്ങേണ്ടി വരും. എന്തായാലും ഇവിടെ വരെ എത്തി നിലയ്ക്ക് നോക്കാം, വീട് മൊത്തം കണ്ടു പോകാം നമുക്ക്. വീടിൻ്റെ ഫ്രണ്ടേജ് തന്നെയുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തറവാട് തന്നെയാണത്. അങ്ങോട്ടും ഉണ്ട് അതിൻ്റെ പണികൾ അപ്പുറത്തേക്കും ഉണ്ട്. പക്ഷേ വീടിൻ്റെ ജനലും ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ട പോർഷനത്തെ ജനലൊക്കെ കുറച്ചുകൂടി വലിപ്പമുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട ജനലും വാതിലൊക്കെ വളരെ ചെറുതാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി വലിപ്പമുണ്ട്. അതിൻ്റെ ഉൾഭാഗത്ത് എന്താണ് നമുക്ക് കയറിയാലിനെ കാണാൻ പറ്റുള്ളൂ. നല്ല വീതിയുണ്ട്. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് അൽഫോൻസമ്മ ഭവൻ എന്നിട്ട് അൽഫോൻസമ്മയുടെ ബാല്യകൗമാരം. ബാല്യകൗമാരം എന്ന് പറയുന്നത് 2 ടേമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ പറയാൻ കാരണം നേരത്തെ പറഞ്ഞത്. ഇനി നമുക്ക് വീടൊന്ന് ആ വാതിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കണ്ട, ഇതാണ് അതിൻ്റെ വലിപ്പം വരുന്നത്. കണ്ട, ഏകദേശം താഴത്തെ കട്ടിലും പൊങ്ങി നിൽക്കണം. ഏകദേശം ഒരു 5 അടി വലിപ്പമൊക്കെയുള്ളതെന്ന് തോന്നുന്നു എനിക്ക് ടോട്ടൽ എൻ്റെ വലിപ്പം നോക്കിയിട്ട്. പരമാവധി വലിപ്പം വരുന്നത് അതാ. മറ്റേ മുമ്പത്തെ പഴയ വീടുകളൊക്കെ വലിപ്പം തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് കയറാണ്ട. മരത്തിൻ്റെ വർക്കുകളുണ്ടാ. വീടിൻ്റെ ചുറ്റും ഇതുപോലെ വർക്കുകൾ വരുന്നുണ്ടാ. അതിൻ്റെ ലോക്ക്, പഴയ കാലത്തെ ലോക്കാണ് കണ്ട, വലിച്ചടയ്ക്കാനുള്ള കൊളുത്ത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എയർ പാസ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട്. ചുറ്റും ആ വർക്കുകൾ ഇങ്ങനെ അതുപോലെ തന്നെ തുടർന്ന് ഈ ഫ്രണ്ട് സൈഡ് ഫുള്ളുണ്ട്. ഇതാണ് മെയിൻ ഡോറെന്നുണ്ട്. കാരണം ഇത് അകത്തുള്ള ആൾക്കാർക്ക് പുറത്തുള്ളവരെ കാണാനുള്ള ഇതാണ് കാണുന്നത്. ഇത് മെയിൻ ഡോറ്. അകത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ വലിയൊരു പഴയൊരു വീടും പിന്നെ നമ്മുടെ അൽഫോൻസമ്മയുടെ ഇതും വെച്ച് ഒന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അൽഫോൻസമ്മയുടെ കാര്യം പറയണമെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ അസുഖമൊക്കെ വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ടൈമിൽ ആ അറ്റൻഡൻസിൻ്റെ കുറവും പിന്നെ എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം 6ാം ക്ലാസ് തോറ്റു. പിന്നത്തെ കൊല്ലമാണ് ആൾ വീണ്ടും എക്സാം എഴുതുന്നത്. ആ എക്സാം എഴുതി പാസ്സായി. അതുകൊണ്ട് പഠനം നിർത്തി. അൽഫോൻസമ്മ അതിൽ പഠനം നിർത്തി. കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നേരെ പോകാൻ നോക്കാമെന്ന്, അവസാനിപ്പിക്കാമെന്നല്ലോ. സിസ്റ്റർ വരും. അത് വളരെ ഭാഗ്യമായിട്ടാണ്. കാരണം ഞങ്ങൾ മാത്രമല്ല, സിസ്റ്റർ അവിടെ 6 മണി ആയതുകൊണ്ട് സിസ്റ്റർ അവസാനിപ്പിച്ച് അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് പോയതിന് 6 മണിക്കാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ബൈക്ക് ഇരിക്കുന്നുണ്ടപ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് മടങ്ങി വന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കണം. അപ്പോൾ സിസ്റ്റർ തുറന്ന് കാണിച്ചിട്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് റൂം കേട്ടോ. ഇത് അൽഫോൻസമ്മ പ്രാർത്ഥിച്ചിരുന്ന പറയുന്നത്. വീടിൻ്റെ ആദ്യത്തെ റൂം നമുക്ക് കർത്താവിൻ്റെ റൂമൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പോലെ ഫസ്റ്റ് റൂമിലുണ്ട്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അൽഫോൻസമ്മ പ്രാർത്ഥിച്ചിരുന്ന റൂമാണിത്. ആ നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതായത് ഈ ഭാഗത്തിന് നിന്നിരുന്ന ആൾ. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ. പിന്നെ മാത്രമല്ല, ഫസ്റ്റ് റൂം ചെറിയൊരു റൂമാണ്, എന്നാലും ഫുള്ള് കൊത്തുപണികളൊക്കെ ആയിട്ട് മുകളിൽ എല്ലായിടത്തും വർക്കൊക്കെ ഇട്ട് പഴയൊരു വീടാണ്. അവിടെ
നമുക്കിവിടെ അതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വർഷം 1670 പണിതിട്ടുള്ള വീടാണ്. ഇനി ഫസ്റ്റ് റൂമിൽ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള റൂമുണ്ട്. ആ റൂമിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അൽഫോൺസ് നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ ജന്മഗൃഹത്തിൽ കണ്ട പോലെ ഒരു നടുവിലത്തെ റൂമാണ്, സെൻട്രലുള്ള റൂമാണത്. നിലവറയാണത്. പിന്നെ അതുപോലെ മെയിൻ കുറേ വിലപിടിപ്പുള്ള സാധനങ്ങൾ, അതുപോലെ ഭക്ഷണത്തിൽ അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇവിടെ ഒരു പറഞ്ഞ അച്ചാറൊക്കെ ഇട്ട് വെച്ചിരുന്ന ഈ റൂമിലായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിസ്റ്റർ പറഞ്ഞത്. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു സിസ്റ്റർ അവിടെ. അപ്പോൾ ഈ റൂമിൽ അങ്ങനെയായിരുന്നു. മാത്രമല്ല പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്ന ഏറ്റവും സേഫായിട്ടുള്ള റൂമാണത്. ഇനി നമ്മൾ വീണ്ടും അതിൻ്റെ തൊട്ടടുത്ത റൂമിലേക്ക് കിടക്കാം കേട്ടോ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഇതൊരു മ്യൂസിയം പോലെയാണ്. ഈ ഫസ്റ്റ് റൂം രണ്ടത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റൂമുകളൊക്കെ ഒരു മ്യൂസിയം പോലെയാണ് അവർ വെച്ചിരിക്കുന്നത്. അവിടെയുള്ള പഴയ കാലത്തെ സാധനങ്ങളും അങ്ങനത്തെയൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. അതുപോലെ മരത്തിൻ്റെ വർക്കുകളാണ് എല്ലായിടത്തും കാണാനുള്ളത് നമുക്ക്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് പഴയ കാലത്തുള്ളതും ഇപ്പോൾ അധികം ഉപയോഗിക്കാത്തുള്ള കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കർത്താവിൻ്റെ രൂപം, അതുപോലെ വിശുദ്ധകളുടെ രൂപം, അങ്ങനത്തെ രണ്ടെണ്ണം വെച്ചിട്ടുള്ളത്. ഈ കാണുന്നത് പണ്ട് പണം എണ്ണിയിരുന്ന ഇതാണ്. അതുപോലെ കുറേ പഴയ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു മ്യൂസിയം പോലെ ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള സാധനങ്ങളായിരിക്കും അത്. അതുകൊണ്ടാണത് ഇവിടെ അങ്ങനെ ഒരു എക്സിബിഷൻ പോലെ വെച്ചിരിക്കുന്നത്. നമുക്ക് വീണ്ടും ആ കഥയിലേക്ക് വരാം. അതായത് അതിന് ശേഷം 6ാം ക്ലാസ് പഠനം നിർത്തിയതിന് ശേഷം അമ്മേനൊക്കെ സഹായിച്ച്, വളർത്തമ്മേനെ സഹായിച്ച് അൽഫോൺസമ്മ വീട്ടിൽ കൂടി. ആ സമയത്ത് അൽഫോൺസമ്മയുടെ തീരുമാനം ഒരു ഉറച്ച തീരുമാനമായിരുന്നു. കല്യാണം ഇനി വേണ്ട, അങ്ങനെ മഠത്തിൽ പോകേണ്ടൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതൊക്കെ വിവാഹാലോചനയൊക്കെ നിർത്തി. അത് മാത്രമല്ല ഈ വീട്ടുകാരും അതിനായിട്ട് സെറ്റായിരുന്നാലും പേരപ്പനാണ്, അതായത് വളർത്തച്ഛനാണ് അൽഫോൺസമ്മയ്ക്ക് കുറച്ചും കൂടിയും ഒരു പറയാൻ പറ്റിയിരുന്ന ഒരു ആളായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നമ്മുടെ നിലവരുടെ ഇപ്പുറത്തെ റൂമുകൾ എന്നുള്ള ഭാഗമായിട്ടത്. അപ്പോൾ പേരപ്പനായിരുന്നു, കുറച്ചുകൂടി പറയാനുള്ള ആൾ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. അപ്പോൾ ആളോട് മാറ്റർ പറഞ്ഞിട്ട് പിന്നെ പതുക്കെ അതിലേക്ക് തിരിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കതിനിടയിൽ റൂമുകൾ കാണാനുണ്ട്. പല റൂമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഏത് സഭയിൽ ചേരണം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അറിയില്ലായിരുന്നു അൽഫോൺസമ്മയ്ക്ക് മഠത്തിൽ ചേരണം, കർത്താവിൻ്റെ മണവട്ടി ആവണമെന്ന് മാത്രമേ ഉള്ളൊരു ഇതാണ്. അത് ഏതാണ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. പല സഭകളുണ്ടല്ലോ കന്യാസ്ത്രീയത്തിന്. അപ്പോൾ അതിന് അൽഫോൺസമ്മയുടെ ബന്ധുക്കളായിട്ടുള്ള 2 അച്ഛന്മാർ, ഒരു അച്ഛൻ മുട്ടുചേരുണ്ടായിരുന്നു, വിശ്രമജീവൻ തേക്കുണ്ടായിരുന്ന മുരിക്കൻ അച്ഛനുമായിരുന്നു. പിന്നെ ഒരെണ്ണം അൽഫോൺസമ്മയുടെ മുട്ടത്ത് പാടത്ത് ഉള്ള ഒരു ബന്ധുവായിട്ടുള്ള അച്ഛനോട് ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഒരു തൊട്ടിൽ മെയിനായിട്ട് അവിടെ വെച്ചിരിക്കുന്നതാണ്. ഇത് അൽഫോൺസമ്മ കിടന്ന തൊട്ടിലാണെന്ന് കരുതപ്പെടുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ പല വസ്തുക്കളും, ഇതൊരു വലിയൊരു വീടാണല്ലോ, തറവാടാണല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വസ്തുക്കളൊക്കെ കോമൺ ആണ്, ഒരാൾ മാത്രം ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ അൽഫോൺസമ്മ അവിടെ ജനിച്ചു വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന തൊട്ടിൽ അൽഫോൺസമ്മ കിടന്നിട്ടുണ്ടെന്നുള്ള ഒരു അനുമാനമാണുള്ളത്. കാരണം വേറെ തൊട്ടിലുകളില്ല, അപ്പോൾ അതിൽ തന്നെ കിടന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബേസിൽ അതുപോലെ പല വസ്തുക്കളും ഇവിടെയുള്ളത് അൽഫോൺസമ്മ ഉപയോഗിച്ച് കാണും എന്നുള്ളതാണ്. കാരണം പിന്നീട് ഭരണകാലത്തൊക്കെ വന്നപ്പോൾ അൽഫോൺസമ്മയ്ക്ക് സെപ്പറേറ്റ് ഒരു മുറി, അപ്പോൾ ആ റൂമിലുള്ള സാധനം അൽഫോൺസമ്മ മാത്രം ഉപയോഗിച്ചിരുന്നത്. അതിന് ശേഷം വിശുദ്ധിയായി. അപ്പോൾ അതൊക്കെ അങ്ങനെ മാറ്റി വെച്ചു. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വളരുന്ന പ്രായത്തിൽ വിശുദ്ധിയാവോ ഇതൊന്നും അറിയില്ല. അപ്പോൾ ആ ടൈമിലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ കോമൺ ആണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ക്രാഡിൽ വലിയൊരു ഇതായിട്ട് സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചതാകാമെന്ന് കരുതുന്നു. ഇതുപോലെ പല വസ്തുക്കളും അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കോമൺ ആണ്. അൽഫോൺസമ്മയും കൂടി അത് ഉപയോഗിച്ച് കാണും. അപ്പോൾ നമ്മളീ പോകുന്നിടത്തൊരു കട്ടിലൊക്കെ ഉണ്ട്. ഈ കട്ടിൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അന്നത്തെ പെൺകുട്ടികൾക്ക് താഴ്ത്തി എടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പ്രായമുള്ളവർ മാത്രമേ കട്ടുമ്പോൾ എടുക്കാറുള്ളൂ. പക്ഷേ അങ്ങനത്തെ അതൊക്കെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പഴയ കാലത്തുള്ള വർഷങ്ങളുടെ പഴക്കങ്ങളിലാണ് അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ അച്ഛന്മാരുടെ ഉപദേശപ്രകാരം അൽഫോൺസമ്മ ഭരണങ്ങാനം ക്ലാരമഠത്തിൽ
ചേരാണ് ചെയ്തത്. മുട്ടത്ത് പാടത്തെ ഔസേപ്പച്ചനെ ഒരു അച്ഛനുണ്ട. ആ അച്ഛനാണ് അൽഫോൺസമ്മയ്ക്ക് അവിടേക്ക് പഠിക്കാനുള്ള ധനസഹായം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ അവിടെ അൽഫോൺസമ്മ അവിടെ പോയി ചേരാണ് ചെയ്യുന്നത്. ഇത് അടുക്കളയാണ് കേട്ടോ. മുകളിലേക്ക് ഇതേ ഒരു കോണിയുണ്ട്. അത് പക്ഷേ ഓപ്പൺ അല്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അടുക്കളയൊക്കെ കണ്ടിട്ട് എന്തോ മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ അന്നത്തെ അടുക്കള പോലും തോന്നുന്നില്ല. എന്നാലും അടുക്കളയുടെ ഭാഗമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അൽഫോൺസമ്മ കാല് പൊള്ളിയെന്നുണ്ട് പറഞ്ഞിരുന്ന ആ ചാരക്കുഴി. ഈ ചുമരിൻ്റെ തൊട്ടപ്പുറയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ഇതുപോലെ ഒരു ആ രൂപത്തിലൊക്കെ അവർ ചെയ്തിരിക്കുന്നു മാത്രം. അതിൻ്റെ മുമ്പത്തൊക്കെ ശരിക്കുള്ള നിർമ്മിതികളാണ്, പഴയ പണികൾ തന്നെയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ സിസ്റ്റർ എത്തിക്കുന്ന സിസ്റ്റർ ഞങ്ങൾക്ക് അൽഫോൺസമ്മയുടെ പുസ്തകം തന്നു. അതിനുശേഷം ഞങ്ങളെ സന്തോഷത്തോടെ യാത്രയ്ക്ക് പ്രാർത്ഥനയൊക്കെ ഓർക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർക്ക് വളരെയധികം നന്ദി. ഇത് അതിൻ്റെ തൊട്ട് പുറത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു നിർമ്മിതിയാണ്. അതിൻ്റെ ഉള്ളിൽ അൽഫോൺസമ്മേനെ കുടമാളിരുന്ന് കൊണ്ടുവരുന്നതാണ് പേരമ്മ. അവിടെ നിന്ന് കൊണ്ടുവരുന്ന അമ്മാമ്മ ഇരിക്കണു താഴെ. അവിടെ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പടം. അങ്ങനെ ആളുടെ ജീവിതത്തിലത്തെ കുറേ പടങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും അത് ജീവചരിത്രത്തിനെ കുറിച്ചിട്ട്. അതുപോലെ അവിടെ പ്രധാന സംഭവങ്ങൾ അത് കുടമാളൂർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ട് എല്ലായിടത്തും ഒരു ഡീറ്റെയിൽ എഴുതിച്ചിട്ടുണ്ട്. ഞാനവിടെ പതുക്കെ പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് കാണുന്നത് നേരെ താഴത്ത് കാണുന്നത് ആ കിണറുണ്ടല്ലോ. ആ കിണർ അതാ പോകേണ്ട സിസ്റ്ററാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. സിസ്റ്റർക്ക് വളരെ നന്ദി. വീണ്ടും ഞാൻ പറയണം, സിസ്റ്ററുള്ള കാരണം ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത്. ഇനി ആ കാണുന്ന കിണറാണ് അന്ന് കാലത്തുള്ള കിണറാണ്, പഴയ കിണറാണ്. ആ കിണർ അവിടുത്തെ വെള്ളത്തിന് അത്ഭുത ശക്തി ഉണ്ടെന്ന് പറയപ്പെടുന്നു. കാരണം ഇപ്പോൾ കുറേ ഇപ്പോഴത്തെ വിശ്വാസമാണ്. കാരണം കുറേ ആളുകൾ വന്നിട്ട് അവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്, വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, വെഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അതിൽ കുറേ അത്ഭുതങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ദിവ്യജലാണെന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ ചുറ്റും സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ഗാർഡനൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങി വന്ന സ്റ്റെപ്പാണ്, നമ്മൾ നേരത്തെ ഇപ്പോൾ ഇറങ്ങി വന്ന സ്റ്റെപ്പാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ അത് എനിക്ക് തോന്നുന്നത് സെറ്റ് ചെയ്യേണ്ട ഏതാണ്ട് ഒരു ആംഫി തിയേറ്ററിൻ്റെ പോലെയാണ് കണ്ട സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ഭംഗിയായിട്ട് സംരക്ഷിക്കേണ്ട എല്ലാ ഭാഗങ്ങളും. ഞങ്ങളതിന് ശേഷം പതുക്കെ ആ കിണറിൻ്റെ അടുത്തേക്ക് വന്ന് കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തു. ഞങ്ങളും പ്രാർത്ഥിച്ച് അത് കുടിച്ചു. ആളുകളവിടെ നിന്ന് വെള്ളം നിറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഗ്ലാസ് ഇരിക്കുന്നുണ്ട് എടുത്ത് കുടിക്കാനായിട്ട്. എനിക്ക് വേണ്ടത് എൻ്റെ മോനൊക്കെ ഒരു കിണറ്റിൽ നിന്ന് ആദ്യമായിട്ടാണ് ശുദ്ധജലം കുടിക്കുന്നതുകൊണ്ട് അവനും കൊടുത്തു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഒരു പ്രാർത്ഥനാലയമുണ്ട്. നമുക്ക് അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകം ഒന്ന് കാണാം. പ്രത്യേകിച്ച് ഒരുപാട് ഇതൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു പ്രാർത്ഥനാലയമാണ്. ഇനി ഇവിടെ ഒരു സംഭവം ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അൽഫോൺസമ്മേനെ അന്ന് കാല് പൊള്ളിയ സമയത്ത് ധാര കോരിയിരുന്ന സ്ഥലമാണ് പറയുന്നത്. അപ്പോൾ കിണറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ധാര കോര നടന്നൊരു മരുന്ന് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമാണ്. ആയുർവേദത്തിലേക്കുള്ളതാണത്. അതിന് പ്രാർത്ഥനാലയത്തിൻ്റെ ബാക്കിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അൽഫോൺസമ്മയുടെ രൂപം വെച്ചിട്ടുണ്ട്. അതോടെ ഞങ്ങൾ മുട്ടിച്ചിരുന്ന് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ചാപ്പലുണ്ട്. ചാപ്പൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ചാപ്പലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സിസ്റ്റേഴ്സ്, ഇതാണ് ചാപ്പൽ. അതിൻ്റെ തൊട്ടപ്പുറത്ത് സിസ്റ്റേഴ്സ് താമസിക്കുന്ന അവരുടെ ബിൽഡിങ്ങാണ്. അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിരിക്കാമെന്ന് വിചാരിക്കും. ചാപ്പലിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ അൽഫോൺസമ്മയുടെ ഭരണങ്ങാനം ഒഴികെയുള്ള പ്രധാനമായിട്ട് 2 സ്ഥലങ്ങൾ, 2 അല്ല 3, കുടമാളൂർ പള്ളിയടക്കം 3 സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് നിർത്താണ്. തെക്ക് ഭാഗത്തു നിന്നൊക്കെ
ഭരണങ്ങാനം വരുന്നവർക്ക് കുടമാളൂരും അതുപോലെ നോർത്ത് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് മുട്ടുചെറിയും കവറിയിട്ട് ഭരണങ്ങാനത്തേക്ക് വരാൻ പറ്റും. ഒരു ട്രിപ്പിൽ രണ്ടും കാണാൻ പറ്റും. ഇത് പോകുന്ന വഴിക്കാണ് രണ്ടും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് കണ്ട് കവർ ചെയ്യാൻ പറ്റും. രണ്ടും കവർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും. എന്നാലും ഇതുപോലെ ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും.